ഇതിൽ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കാറിൻ്റെ വീഡിയോ എടുത്തു. എന്നിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് നടത്തി ഏത് ഭാഗം മുതലാണ് നമുക്ക് 3D ക്യാമറ ട്രാക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഫുട്ടേജിക്ക് എനിക്കിവിടെ മതി. ഞാനിന്ന് ആൾട്ട് ക്ലോസിങ് ബ്രാക്കറ്റ് ആക്കിയിട്ട് അത് ഒഴിവാക്കി. ഇനി എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആൾട്ട് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്താലും മതി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ക്യാമറ ട്രാക്കർ കണ്ടോ നിങ്ങൾ? ഈ ട്രാക്കർ ഇത് വിൻഡോയിൽ പോയാൽ ട്രാക്കർ ഓപ്ഷൻ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും കണ്ടോ? ഈ ട്രാക്കർ ഇത് ഓണാക്കിയാൽ മതി. ഞാൻ ആൾറെഡി ഓണാക്കിയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് ട്രാക്ക് ക്യാമറ കൊടുത്ത് ഇനി ഇതെന്ത് ചെയ്യും, ഇതിന് അനലൈസ് ആവും. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, അനലൈസ് ആവുന്നത് കണ്ടോ? ഞാൻ ഇതൊന്ന് ട്രാക്ക് പോയിൻ്റ് ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഐക്കണും കാര്യങ്ങളും കാണും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഈ ക്യാമറ ഇപ്പോൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളിതിൽ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് കൊടുത്തു, റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് ക്രിയേറ്റ് സോളിഡ് ആൻഡ് ക്യാമറ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു BMW ബിയോണ്ട് എന്നുള്ള ടെക്സ്റ്റ് ചെയ്താണ്. ഓക്കെ, BMW ബിയോണ്ട് എന്ന് അടിച്ചു. ഇതിന് ഞാൻ F4 നിൽക്കിയാൽ ഇത് ടോഗിൾ ആവട്ടോ. F4 നിൽക്കിയാൽ കണ്ട, ഇപ്പം ഇവിടെ നിൽക്കിയാലും മതി, ടോഗിൾ സ്വിച്ച് മോഡ് ഓൺ ആവുക ഓഫ് ആവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതിനെ 3D ആക്കി. എന്നിട്ട് ഈ സോളിഡിൻ്റെ P നിൽക്കിയിട്ട് പൊസിഷൻ എടുക്കുക. എന്നിട്ട് Ctrl+C നിൽക്കിയിട്ട് ആ പൊസിഷൻ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ടെക്സ്റ്റ് ഉണ്ടല്ലോ BMW എന്നുള്ള അതിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ എന്തായി, ഇതിൻ്റെ അതേ സ്ഥാനത്തായി, ഇതേ അതിൻ്റെ പൊസിഷനിലായി. നമ്മൾ കുറച്ചൊന്ന് S നിൽക്കിയിട്ട് എന്ത് ചെയ്ത് ഇത് ടെക്സ്റ്റ് ഒന്ന് വലുതാക്കി കൊടുത്ത്, എന്നിട്ട് കുറച്ച് ഇത് 3D ആണല്ലോ ഓൾറെഡി, നമ്മളൊന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്ത്. ഇനി ഈ ഒരു ഐക്കൺ കണ്ടോ, ഇത് ഒഴിവാക്കിയാൽ ഇപ്പോൾ നമ്മൾ ഈ ട്രാക്ക് സോളിഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഒഴിവാക്കിയത് പോകും. ഇപ്പോൾ എന്തായി, നമ്മൾ ഈ ടെക്സ്റ്റ് ഇപ്പോൾ അതേ സ്ഥാനത്ത് വന്നത് കണ്ടോ നിങ്ങൾ? അപ്പം ഈ ടെക്സ്റ്റ് കണ്ടല്ലോ, ടെക്സ്റ്റ് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒന്നുകൂടി ഒന്ന് വലുതാക്കുന്നുണ്ട് സ്കെയിൽ കൊടുത്തിട്ട്, സ്കെയിൽ. ഓക്കെ, ഇനി ഇവിടെ ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇപ്പം ആൾറെഡി ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കൊടുക്കണമെന്നറിയോ, ഫ്ലോർ കണ്ടില്ല, ആ ഫ്ലോറിനോട് മാച്ച് ആവാൻ എന്ത് ചെയ്യുക, ഈ ടോഗിൾ മോഡ് ഒന്ന് ഓണാക്കുക. അപ്പോൾ കണ്ടങ്ങൾ ഇപ്പം ഏതെല്ലാം ഇപ്പം നമ്മൾ ഓവർലൈറ്റും എല്ലാം ടെക്സ്റ്റ് എന്ത് ഓവർലൈ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ആ മോഡ് എന്ത് ചെയ്യുക, ഈ നോർമലുള്ളത് ഓവർലൈ കൊടുത്താൽ മതി. അപ്പോൾ എന്തായി, ഈ ഗ്രൗണ്ടോട് മാച്ച് ആയിട്ടുള്ള കളർ നിന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ.